ഇത് വീഡിയോ അഡീനിയം പ്ലാന്റിൻ്റെ സീഡിൻ്റെ സെയിൽ വീഡിയോ ആണ്. ഈ ഒരു സീഡ് പോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെയിലിനുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ്. ഒത്തിരി സീഡ് പോഡ് വന്നിട്ടുണ്ട് ഇതിന് ഇപ്രാവശ്യം. ഒരുപാട് സീഡ് പോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ സീഡ്സ് സെയിലിനുള്ളത് പെർ സീഡിന് 4 രൂപ വെച്ചിട്ടാണ്. പിന്നെ ഒരു പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ഇതിന് മുമ്പ് സീഡ്സ് അയച്ചു തന്നവർക്ക് ആർക്കെങ്കിലും സീഡ് ജനറേറ്റ് ചെയ്യാത്തത്, അതായത് സീഡ് മുളയ്ക്കാത്തതോ അല്ലെങ്കിൽ സീഡ്സ് കിട്ടാത്തതോ ആയിട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ട് സീഡ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അഡീനിയം പ്ലാന്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഹൈബ്രിഡിന് അങ്ങനെ സീഡ്സ് ഒന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഉള്ളിലൊരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് സീഡ് പോഡ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സീഡ് പോഡ്. വളരെ മനോഹരമായിട്ടുള്ള ഫ്ലവറാണിത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഹൈബ്രിഡിന് സീഡ് ഉണ്ടാവില്ല എന്നായിരുന്നു എൻ്റെ വിചാരം ഇതുവരെ. പക്ഷേ സീഡ്സ് ഉണ്ടാവുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റി, വളരെ ഭംഗിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വെറൈറ്റിയാണിത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇത് ഒരു മൾട്ടി പെറ്റലായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ വേറെ വീഡിയോസിൽ ഇതിൻ്റെ ഫ്ലവർ കാണാം, ഒരു വയലറ്റ് കളർ ഫ്ലവർ. അതിന് ഇപ്പോൾ സീഡ് പോഡ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ സീഡ് പോഡ് ഉണ്ടാകുമ്പോൾ ഏത് ടൈപ്പ് ഫ്ലവറാണ് വരുന്നതെന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇതിൻ്റെ ഈ മദർ പ്ലാന്റിൻ്റെ സീഡ് കുഴിച്ചിട്ടപ്പോൾ ഉണ്ടായൊരു പ്ലാന്റാണ് ഇത്. ഇത് മദറിനെക്കാട്ടും കുറച്ച് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഇതും. അപ്പോൾ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. മറ്റേ അഡീനിയം പ്ലാന്റ്സ് നമുക്ക് മേടിക്കുമ്പോൾ സിംഗിൾ പെറ്റലിന് 50 to 80 ആണ് റേഞ്ച്. മൾട്ടി പെറ്റലാണെങ്കിൽ 200, 270 അങ്ങനെയൊക്കെയാണ്. ഈ ഒരു പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റി സിംഗിൾ പെറ്റൽ വാങ്ങിയത് 270ക്കാണ്. കുറച്ച് അത്യാവശ്യം വലിപ്പം പ്രായമുള്ള ഒരു പ്ലാന്റായ കാരണം 270 അതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു. പിന്നെ ജെർമിനേഷൻ ആണെങ്കിലും വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ സീഡ് വെറുതെ താഴെ ഇങ്ങനെ ഇട്ടാൽ കൂടി അത് മുളച്ചിട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ജെർമിനേഷനും വളരെ എളുപ്പമാണ്. അപ്പോൾ ആർക്കെങ്കിലും സീഡ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള മൾട്ടി പെറ്റലായിട്ടുള്ള വൈറ്റ് അഡീനിയം പ്ലാന്റാണ്. അതിൻ്റെ തന്നെ സിംഗിൾ പെറ്റലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സീഡ് വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അഡീനിയം പ്ലാന്റ്സ് നമ്മൾ പ്രൂൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കുറേ പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല ഉച്ച ടൈമിലാണ്. അപ്പോൾ എല്ലാ ഫ്ലവറും വാടി നിൽക്കണ പോലെയാണ് കാണുന്നത്. ഒത്തിരി സീഡ് പോഡ്സ് ഇനി ആവാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സീഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മുന്നേ അയച്ചിട്ടുള്ളവർക്ക് സീഡ് കിട്ടാത്തതോ അല്ലെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഞാൻ വീണ്ടും സീഡ് അയച്ചു തരുന്നതായിരിക്കും. പൈസയൊന്നും ഈടാക്കുന്നില്ല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു സീഡിന് 4 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്.